നാളെ സ്കൂൾ പ്രവേശനത്തിന് വിദ്യാലയങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞു. മനോഹരമായൊരു സർക്കാർ വിദ്യാലയത്തിലാണ് ഞാനുള്ളത്. മാനന്തവാടി ഉപജില്ലയിലെ എടവക പഞ്ചായത്തിലെ പള്ളിക്കൽ ഗവൺമെൻറ് LP സ്കൂളാണ്. പല സ്ഥലത്തും സർക്കാർ സ്കൂളുകളിൽ കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ 1-ാം ക്ലാസ്സിൽ 79 അഡ്മിഷനാണ് ഈ വർഷം നടന്നിട്ടുള്ളത്. ഇവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസമേ എത്തിക്കഴിഞ്ഞു. പലരും അടുത്തൊക്കെ ഉള്ളവർ. നമ്മളോടൊപ്പം PTA പ്രസിഡന്റ് ഉണ്ട്, അധ്യാപകരുണ്ട്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ട്. പള്ളിക്കൽ ഗവൺമെൻറ് LP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം മാനന്തവാടി ഉപജില്ലയിലെ ഗവൺമെൻറ് വിദ്യാലയങ്ങളിൽ ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്നുണ്ട്. ഉപജില്ലയിൽ മേളകളിലെല്ലാം 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഈ പ്രാവശ്യം LSSൻ്റെ റിസൾട്ട് വന്നപ്പോൾ 15 കുട്ടികൾ LSS നേടിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് കുട്ടികൾക്ക് എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയ ഇത്തരത്തിലൊരു പൊതുവിദ്യാലയം എന്നുള്ളത് വേറെ അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാം. മാർച്ച് 31 തന്നെ തൊട്ടടുത്ത അധ്യയന വർഷത്തിലേക്ക് ആവശ്യമായ കുട്ടികൾ ഈ വിദ്യാലയത്തിൽ ചേർന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് അഭിമാനപൂർവ്വം ഈ പൊതുവിദ്യാലയത്തെ ഏറ്റെടുത്തിട്ടുണ്ട് ജനങ്ങൾ. ഷാനവാസ് ട്രെയിനറാണ്, പല സ്ഥലത്തും പോകുന്നതായിരിക്കും. അപ്പോൾ ഒരു സർക്കാർ വിദ്യാലയം ഞങ്ങൾക്കിത് വന്നപ്പോൾ തന്നെ അത്രയും ഇഷ്ടമായി. എന്താണ് ഈ സ്കൂളിൻ്റെ പ്രത്യേകത? ഈ വിദ്യാലയം 129ാമത്തെ വർഷമാണ് ഈ സ്കൂള്. മുത്തശ്ശി സ്കൂളാണിത്. വയനാട് ജില്ലത്തിലെ ഏറ്റവും പഴക്കമുള്ള സ്കൂൾ കൂടിയാണ് ഇത്. ഈ നാടിൻ്റെ സ്കൂളാണ്. ഇവിടുത്തെ എല്ലാ ചെറിയ ചെറിയ സെലിബ്രേഷനിലും ഈ നാടാണ് ഇത് ഏറ്റെടുക്കാറ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ ഈ നാടിൻ്റെ കൂടെ നടന്ന ഇന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് സ്കൂളിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഏറെ സന്തോഷവും പങ്കെടുക്കുന്നതിലൊക്കെ ഏറെ സഹകരിക്കുന്നതിലൊക്കെ സന്തോഷമുണ്ട്. വയനാട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള 425-ലേറെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഇന്നും 4-ാം ക്ലാസ്സായി തുടരുന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സങ്കടം ആയിട്ടുള്ളൊരു കാര്യമുള്ളത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഷിഹാബ്. നമ്മുടെ പഞ്ചായത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി സ്മാർട്ട് LED പാനൽ ബോർഡ് സ്ഥാപിച്ച് സ്മാർട്ട് ക്ലാസ് റൂമാക്കി ഒരു LP സ്കൂളിനെ മുഴുവനായി ഒരു സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റിയ ഒരു സന്തോഷം കൂടെ ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ റിസൾട്ടും ഞങ്ങൾക്ക് കാണാനുണ്ട്. പല സ്ഥലത്തും കുട്ടികൾ കുറയുന്ന ഒരു കാലാവസ്ഥയിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിമാൻഡ് കൂടി വരികയാണ്. പട്ടികജാതി പട്ടികവർഗ കുട്ടികളെയൊക്കെ പ്രത്യേകം അവർക്ക് പ്രതിഭാ പോഷണമായിട്ടും ടാലൻറ്റ് ഹണ്ടായിട്ടൊക്കെ വ്യത്യസ്ത പ്രോഗ്രാമുകളിലൂടെ നമ്മുടെ സർക്കാർ സ്കൂളുകളിലേക്കും നമ്മുടെ പഞ്ചായത്തിന് കീഴിലുള്ള സ്കൂളിലേക്ക് ആകർഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. സ്റ്റാഫ് സെക്രട്ടറി കൂടി ഉണ്ട്. നിങ്ങൾ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് അത്രയും എഫേർട്ട് ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ കുട്ടികളിങ്ങനെ ഈ സ്കൂൾ തിരഞ്ഞെടുക്കുന്നത്. അക്കാദമി തലം കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നുള്ളൂ എന്നാണ്. അതിൻ്റെ കൂടെ തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളൊക്കെ സബ് ജില്ലാ തലത്തിലൊക്കെ വളരെ മികച്ചു നിൽക്കുന്ന സ്ഥാപനമാണ്. ഏകദേശം 60ഓളം കുട്ടികൾ മാർച്ചിൽ തന്നെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അത്ര വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ. 425 കുട്ടികൾ പഠിക്കുന്ന ഒരു സർക്കാർ LP സ്കൂളാണ്. നാളത്തെ പ്രവേശനോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി അവസാന മിനുക്ക് പണികളാണ്. അത് വൈകുന്നേരത്തോടു കൂടി ഇവരെല്ലാം ചേർന്ന് പൂർത്തിയാക്കും. നാളെ 69 കുട്ടികളാണ് ഈ വിദ്യാലയത്തിൽ ആദ്യാക്ഷരം കുറിക്കാനായി 1-ാം ക്ലാസ്സിൽ ചേരാനായി എത്തുന്നത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.